ഇപ്പോൾ ഏറ്റവും പൊതുവായി ലഭിച്ച വിവരമാണ്. കാരണം കന്യാസ്ത്രീകളുമായിട്ട് കേരളത്തിലെ UDF എംപിമാർ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അവരാണ് ഇക്കാര്യം സ്ഥിരീകരണം നൽകിയിരുന്നത്. മജിസ്ട്രേറ്റ് കോടതി ഈ 2 കന്യാസ്ത്രീകളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇനി സെഷൻ കോടതിയിൽ വേണം ഈ അപേക്ഷ നൽകാൻ വേണ്ടി. അതനുസരിച്ച് 2 ദിവസത്തെങ്കിലും അല്ലെങ്കിൽ ഇനിയും കന്യാസ്ത്രീകളുടെ മോചനം വൈകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇക്കാര്യത്തിൽ എന്താണ് ആഭ്യന്തര മന്ത്രാലയം, അതായത് അനൂപ് ആന്റണിക്ക് ഉറപ്പ് നൽകിയത് എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലാണ്. എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, നിലവിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് മോചനം അത്ര അടുത്തല്ല. കാരണം നിയമ നടപടികളിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു. സെഷൻസ് കോടതിയിൽ പോകാതെ ഈ കുറ്റത്തിന് ജാമ്യം ലഭിക്കില്ല എന്നാണ് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത്. തുടർന്ന് ഹർജി പിൻവലിക്കാനുള്ള അവസരം നൽകുകയായിരുന്നു എന്ന ഒരു വാദവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ജാമ്യം ഈ 2 കന്യാസ്ത്രീകൾക്ക്, മലയാളികളെ 2 വന്ദന ഫ്രാൻസിസ് അടക്കമുള്ള 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചില്ല. അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ അവരെ സന്ദർശിച്ച എംപിമാരായ ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ എംപിമാർ, MK പ്രേമേന്ദ്രൻ എംപിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ മനോനില തന്നെ അവർക്ക് പിടിച്ചു നിൽക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. കാരണം അവരുടെ വസ്ത്രങ്ങൾ അതുപോലെ കുരിശ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് ബൈബിളും ഒക്കെ ലഭിക്കാത്തൊരു അവസ്ഥയുണ്ട്. അക്കാര്യങ്ങളൊക്കെ ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും സെഷൻസ് കോടതിയിലേക്ക് അടുത്ത ജാമ്യാപേക്ഷ നാളെ ഫയൽ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ, അതായത് അനൂപ് ആന്റണി പറഞ്ഞ പോലെ സർക്കാരിൻ്റെ നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അവർക്ക് ജാമ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് സഭാ നേതൃത്വവും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും. ഏതായാലും കന്യാസ്ത്രീകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു സന്ദർശനമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള പാർട്ടിക്ക് അതീതമായുള്ള വ്യക്തികൾ അവരെ ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചല്ലോ, അനൂപ് ആന്റണിയുമായുള്ള കൂടിക്കാഴ്ച, അനൂപ് ആന്റണിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വലിയ പ്രത്യാശ നൽകുന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ പങ്കുവച്ചതൊക്കെ. ആ അവസരത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നതും കൂടി. ഇപ്പൊ ഇനി നിയമപരമായി ഏത് രീതിയിൽ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും, ആരെ പ്രതീക്ഷ അർപ്പിച്ചാലാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക? ഇതിൽ ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വരാൻ പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? ശരത്ത്, ഛത്തീസ്ഗഡിലെ ഒരു സാഹചര്യം എന്താണ്? അവിടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമൊക്കെ നമ്മുടെ മലയാളി എംപിമാർ, കോൺഗ്രസ് എംപിമാർ അടക്കമുള്ളവർ ചെലുത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നിയമപരമായ സാധ്യതകൾ അതേതൊക്കെ രീതിയിലാണ്? സ്വാഭാവികമായിട്ടും ആരോപിക്കപ്പെട്ട കുറ്റത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതായത് FIR ഉണ്ട്, പോലീസ് ഈ കുറ്റപത്രത്തിൽ ഉറച്ചു നിൽക്കുകയും മജിസ്ട്രേറ്റ് കോടതിയിൽ ചെയ്തു. ഈ സാഹചര്യത്തിൽ സെഷൻ കോടതിയിൽ മാത്രമാണ് ഇത്തരമൊരു ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് എന്നാണ് സഭാവൃത്തങ്ങളും അതുപോലെ നിയമവൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് നീതിപൂർവം ഒരു സമീപനം സർക്കാർ കൈക്കൊള്ളണം, ആഭ്യന്തര മന്ത്രാലയം കൈക്കൊള്ളണം. അതിനുവേണ്ടി ഛത്തീസ്ഗഡിലെ ആഭ്യന്തരമന്ത്രി അക്കാര്യത്തിൽ ഉറപ്പ് വ്യക്തമാക്കണം എന്നാണ് അനൂപ് ആന്റണിയോട് നേരത്തെ സഭാ നേതൃത്വം ആവശ്യപ്പെട്ടത്. അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ എത്തുകയും റായ്പൂരിൽ എത്തുകയും മന്ത്രിയുമായും അതുപോലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സഭാ നേതൃത്വവുമായി അദ്ദേഹം ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ സർക്കാർ നീതിപൂർവമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷ ഇപ്പോൾ സഭാ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സഭാ നേതൃത്വം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രകോപനപരമല്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശമാണ് ഫാദർമാർക്ക്, ഇവിടെയുള്ള വികാരിമാർക്കൊക്കെ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇവിടെയുള്ള വികാരിമാരോട് സംസാരിച്ചപ്പോൾ അവരോടൊന്നും പ്രതികരിക്കാൻ പാടില്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്ന നിർദ്ദേശം സഭാ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ BJP നേതാവുമായി നടക്കുന്ന BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നടത്തുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ വിജയിക്കുമെന്ന് കണ്ടറിയാനും അല്ലെങ്കിൽ കാത്തിരുന്ന് കാണാനുമാണ് സഭാ നേതൃത്വം കാണുന്നത്. അതുവരെ സഭാ നേതൃത്വം ഇതിൽ പരസ്യ പ്രതികരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു നിർദ്ദേശമാണ് സഭാ നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള, അതായത് ബിലായിലും അതേപോലെ ഛത്തീസ്ഗഡിലുള്ള ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും അതേപോലെ ക്രിസ്ത്യൻ ഫാദർമാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ പ്രതികരിച്ചപ്പോൾ തന്നെ ഈ പ്രാവശ്യം പ്രതികരിക്കേണ്ട എന്നുള്ള ഒരു രീതിയാണുള്ളത്.
ഏതായാലും BJP സർക്കാരിൽ നിന്ന് അനുകൂലമായൊരു നീക്കമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അനൂപ് ആൻ്റണിയുടെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരുടെ ഒരു നീക്കമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് പിന്നെ ഇവിടുത്തെ സഭാ നേതൃത്വവും ഈ രണ്ട് കന്യാസ്ത്രീകളും. ഏതായാലും കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്നത് 200 പേരുള്ള ഒരു ജയിലിലാണ്. വനിതകൾ മാത്രമുള്ള മിനിമം സൗകര്യമുള്ള ഒരു ജയിൽ കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ജയിൽ മാത്രമല്ല, ജയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വളരെ സൗകര്യം കുറഞ്ഞ ഒരു ജയിലാണ്. അതിൽ 200ഓളം വനിതകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. പുരുഷന്മാരുമുള്ള തൊട്ടടുത്ത കെട്ടിടത്തിൽ തന്നെയാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ജയിലിലെ സൗകര്യങ്ങളെക്കുറിച്ചോ അസൗകര്യത്തെക്കുറിച്ചോ തങ്ങൾ ഒന്നും പറയാനില്ല എന്നൊരു നിലപാടാണ് കന്യാസ്ത്രീകൾ തങ്ങളെ സന്ദർശിച്ച MP-മാരോട് പറഞ്ഞത് എന്ന് MK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. ഇത് ഇപ്പോൾ അല്പസമയത്ത് കൊണ്ട് തന്നെ ഇപ്പോൾ വൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് MP-മാരുടെ പ്രതിനിധി സംഘം ജയിലിൽ ഇവരെ സന്ദർശിക്കാനെത്തും. 4 മണിയോടെ അവർ എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.